ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഇതര രാജ്യങ്ങളുടെയും സുരക്ഷിതത്വം കൂടി ഏറ്റെടുക്കുകയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഏകദേശം 450 മില്യൺ US$ അഥവാ 3750 കോടിയോളം രൂപ മൂല്യമുള്ള ബ്രഹ്മോസ് അതിവേഗ ക്രൂസ് മിസൈൽ സംവിധാനത്തിനായുള്ള കരാറിൽ ഏർപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച ധാരണയുടെ ഒപ്പുവെക്കലിനായുള്ള അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. റഷ്യയുടെ അനുമതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കരാർ ഒപ്പുവെക്കും. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം DRDOയും റഷ്യൻ കമ്പനിയായ NPO മാഷിനോസ്ട്രോയേനിയയും ചേർന്നാണ് വികസിപ്പിച്ചിട്ടുള്ളത്. ഇത് മാക് 2.8 മുതൽ 3 വരെ വേഗത്തിൽ പറക്കുന്ന 450 കിലോമീറ്ററിലധികം ദൂരം ലക്ഷ്യം വെക്കുന്ന അതിവേഗ ക്രൂസ് മിസൈലാണ്. റഷ്യൻ അനുമതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ബ്രഹ്മോസ് കയറ്റുമതി കരാറായിരിക്കും ഇത്. 2022 ഫിലിപ്പീൻസുമായി ഇന്ത്യ സമാനമായ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായി കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ പ്രതിരോധ കയറ്റുമതി മേഖലയിൽ ദ്രുതഗതിയിൽ വളരുന്ന ശക്തിയായി ഉറപ്പിക്കും. ഒപ്പം ദക്ഷിണ കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം കൂടി ഉറപ്പിക്കുന്ന തരത്തിലാകും ഈ കരാർ സാധ്യമാകുക. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ഈ കരാറിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടരുകയായിരുന്നു. 2025 ജനുവരിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ചർച്ചകൾ പുതിയ തലത്തിലേക്ക് ഉയരുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയുമുണ്ടായി. ഇതേ തുടർന്ന് ഇന്ത്യയുടെ പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്ത സന്ദർശിക്കുകയുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ സന്ദർശനങ്ങൾ സഹായിക്കുകയായിരുന്നു. കരാറിന്റെ അന്തിമഘട്ട ചർച്ചകൾക്ക് അവ നിർണായകവുമായി. 2025 ഇരു രാജ്യങ്ങളും ചേർന്ന് പുതിയ ഡിഫൻസ് കോർപ്പറേഷൻ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. ജോയിന്റ് ഡിഫൻസ് കോർപ്പറേഷൻ കമ്മിറ്റി മുഖേന പ്രതിരോധ ഉൽപാദനം, സാങ്കേതിക കൈമാറ്റം, വിതരണ ശൃംഖലയുടെ ഏകീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലപ്പെടുത്തി. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ലോകോത്തരമാണെന്നതിൽ തർക്കമില്ല. മിസൈലിന്റെ കൃത്യതയും പ്രഹരശേഷിയും ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2025 മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സംഭവ വികാസങ്ങൾ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ അന്താരാഷ്ട്ര പ്രസക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2022 ഒപ്പുവെച്ചിട്ടുള്ള ഫിലിപ്പീൻസുമായുള്ള 3500 കോടി രൂപ അഥവാ $420 മില്യൺ മൂല്യമുള്ള ബ്രഹ്മോസ് കയറ്റുമതി കരാർ ഇന്ത്യയെ സംബന്ധിച്ച് നാഴികക്കല്ലായിരുന്നു. കരാർ പ്രകാരമുള്ള ആദ്യ 2 മിസൈൽ ബാച്ചുകൾ ഇതിനകം അയച്ചു കഴിഞ്ഞു. ഈ ഇടപാട് ഫിലിപ്പീൻസിന്റെ സമുദ്ര സുരക്ഷയും പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തുകയും ഒപ്പം ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായുള്ള കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിപുലവും തന്ത്രപരവുമായ ഗുണങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൈവരുമെന്നത് തീർച്ചയാണ്. കൂടാതെ ആത്മനിർഭർ ഭാരത് നയങ്ങളുടെ വിജയം കൂടിയാകും ഈ നീക്കം. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്ന രാജ്യങ്ങൾക്ക് പുറമെ വിയറ്റ്നാം, മലേഷ്യ, തായ്ലാന്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ സംവിധാനം സ്വന്തമാക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തിനുമേലുള്ള വിശ്വസ്തതയും ഗുണമേന്മയും ലോകത്തിനു മുൻപിൽ പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് കരുതേണ്ടത്. ഇന്തോനേഷ്യയുമായുള്ള കരാർ ഉറപ്പായാൽ ദക്ഷിണ ചൈന കടലിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തിന് അത് ഏറെ ഗുണകരമാകും. ഒപ്പം ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനവും തന്ത്രപരമായ പങ്കാളിത്തവും കൂടുതൽ ശക്തമാകുകയും ചെയ്യും.